Good morning, all. Today we are discussing about education psychology. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സൈക്കോളജി എന്താണെന്നും സൈക്കോളജിയുടെ സ്കോപ്പ്, നേച്ചർ, അതിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു. സൈക്കോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയറും അതുപോലെ തന്നെ മൈൻഡുമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് മൈൻഡാണ് സെന്റർ പോയിന്റ് വരുന്നത് സൈക്കോളജിയിൽ. അതേസമയം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരുന്നത് ലേണറും അതുപോലെ ടീച്ചറുമാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ സൈക്കോളജി മീനിങ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. ഹ്യൂമൻ ബിഹേവിയറിന് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു, അതിന്റെ എങ്ങനെയാണ് ലേണറിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ലേണറിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നും, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഒരു ടീച്ചറെ സംബന്ധിച്ച് ഏതെല്ലാം രീതിയിലൂടെ തന്റെ ലേണറെ മോട്ടിവേറ്റ് ചെയ്ത് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബെറ്റർമെന്റ് ഉണ്ടാക്കാം എന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് കാണിച്ചു തരുന്നത്. അതിന്റെ ഡെഫിനിഷൻ വരുന്നത് പ്രോ ആൻഡ് പ്രോ. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിസ്ക്രൈബ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ത്രൂ ഓൾഡ് ഏജ്. പ്രോ ആൻഡ് പ്രോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് വരെ. അതായത് നമ്മള് ബർത്ത് തുടങ്ങി ഓൾഡ് ഏജ് വരെ ഒരു ലേണർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരെ എക്സ്പീരിയൻസസ് ഏതൊക്കെ രീതിയിലാണ് അവര് ഒരു ലേണർ തന്റെ കാര്യങ്ങൾ, തനിക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നതിന്റെ ഒരു ചുരുക്കരൂപം ഫ്രം ബർത്ത് ടു ഡെത്ത്, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് വരെയാണ് നമ്മൾ പറയുന്നത്. സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ഇൻ റിലേഷൻ ടു ഹിസ് എൻവയോൺമെന്റ്. അദ്ദേഹം അവിടെ എൻവയോൺമെന്റിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നത്? ഇറ്റ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ് ബിഹേവിയർ. സ്റ്റുഡൻസിന്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് കണ്ടെത്താൻ സാധിക്കുന്നത്, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എയ്ഡ്സ് കരിക്കുലം ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമുക്ക് കരിക്കുലം ഡെവലപ്മെന്റിന് സാധ്യമാകുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഇംപ്രൂവ്സ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ഒരു ടീച്ചർക്ക് മനസ്സിലാക്കി കൊടുക്കും. കാരണം ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് ഒരു ക്ലാസ് റൂമിൽ മാനേജ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് മോണ്ടിസോറിയിൽ വരുമ്പോൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ലേണർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാണ്ട് അവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനിരുത്തുന്നത്. അമ്മമാരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ചും. അപ്പോ ആ ഒരു സമയത്താണ് അവർക്ക് അവിടെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ലാസ് റൂമിലും അങ്ങനെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സൈക്കോളജി പഠിക്കുന്ന, എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഒരു ടീച്ചർക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഐഡന്റിഫൈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഇനിയിപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനും ഒരു ടീച്ചർക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ സാധ്യമാകുന്നുണ്ട്. കൂടാതെ മോട്ടിവേറ്റ് ലേണേഴ്സ്. തന്റെ ലേണേഴ്സിനെ, അതായത് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ആ പഠിക്കുന്ന നിലവാരത്തിലേക്ക്, അവരുടെ അവറേജ് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ എബോ ആവറേജിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അവർ മോട്ടിവേറ്റ് ചെയ്യണം കുട്ടികളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാവുമ്പോൾ അവരൊരു സമയവും സന്ദർഭവും നോക്കിയാണ് നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട്. സോ നമ്മൾ അങ്ങനെ ഒരു സമയം കണ്ടെത്തി അതല്ലേ ഒരു മോട്ടിവേറ്റ് ചെയ്ത് വേണം കുട്ടികളെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഒരു ടീച്ചർക്ക് ഇതെല്ലാം സാധ്യമാകുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ